നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ചില നക്ഷത്രക്കാർക്കെല്ലാം വളരെ നല്ല ദിവസമാണ്. കർമ്മ പുരോഗതിയുണ്ട്, സാമ്പത്തിക ലാഭമുണ്ട്, കുടുംബത്തിൽ സ്വസ്ഥത ലഭിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും നേട്ടമുണ്ടാക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. മറ്റു ചില നക്ഷത്രക്കാർക്ക് ഇന്ന് അല്പം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് പറയാം. എന്തായാലും ഇന്ന് 2025 ഒക്ടോബർ 3 വെള്ളിയാഴ്ച നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം. എഴുതി അയച്ചു തന്നത് ജയറാണി EV. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ഈ രാശിക്കാർക്ക് തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെയും സഹപ്രവർത്തകരുടെയും പ്രീതി ലഭിക്കും. സാമ്പത്തികമായ ക്ലേശങ്ങൾ മാറിക്കിട്ടാൻ സാധ്യത. സ്ഥാനക്കയറ്റത്തിനും ശത്രുഹാനിക്കും വ്യാപാര വിജയത്തിനും യോഗം കാണുന്നു. കാര്യങ്ങൾ അനുകൂലമായി തന്നെ മുന്നോട്ടു പോകും. ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബാംഗങ്ങളുമായും ബന്ധുജനങ്ങളുമായും കലഹങ്ങൾക്കോ ദാമ്പത്യ ഐക്യക്കുറവിനോ സാധ്യതയുണ്ട്. അന്യരിൽ നിന്ന് ദോഷാനുഭവങ്ങളും മാനഹാനിയും ധനനഷ്ടവും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. സംയമനത്തോടെ പെരുമാറുന്നത് ഈ ദിവസത്തെ ക്ലേശങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മിഥുനം രാശി. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കൃഷി, പക്ഷിമൃഗാദികൾ എന്നിവ മുഖേന ക്ലേശങ്ങളോ ധനനഷ്ടമോ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മാനഹാനി, തൊഴിൽ തടസ്സം, ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം എന്നിവ ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. കർക്കിടകം രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഈ ദിവസം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. മേലധികാരിയുടെ അഭാവത്തിൽ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ച ചുമതല ഭംഗിയായി നിർവഹിച്ചതിൽ പ്രീതി ലഭിക്കാൻ സാധ്യതയുണ്ട്. കർത്തവ്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഈ രാശിക്കാർക്ക് കർമ്മ പുരോഗതിയും സാമ്പത്തിക ലാഭവും ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാനും യോഗം കാണുന്നു. അവസരങ്ങൾ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തണം. കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി ഭാഗം. അന്യദേശവാസം അല്ലെങ്കിൽ ജോലി എന്നിവ അനുഭവത്തിൽ വരുമെങ്കിലും ഒന്നിലും തൃപ്തി ഉണ്ടാകാത്ത ഒരവസ്ഥ സംജാതമാകും. ഉദരവാദ സംബന്ധമായ രോഗങ്ങൾ മൂർച്ഛിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനോനില മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗുണം ചെയ്യും. തുലാം രാശി. ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും കലഹങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സാധ്യത. തൊഴിൽ തടസ്സം, അപമാനം, ധനക്ലേശം, രോഗാദി ദുരിതം എന്നിവയും ഉണ്ടാകാം. എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടുകയും മനസ്വസ്ഥത കുറയുകയും ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ ദിവസം രോഗശാന്തി, ശത്രുഹാനി, കുടുംബജീവിത സൗഖ്യം, തൊഴിൽ വിജയം എന്നിവ ലഭിക്കും. സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും ഗുണകരമായ സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. നറുക്കെടുപ്പ്, ലോട്ടറി തുടങ്ങിയ മാർഗങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലത്തെ കഠിനാധ്വാനവും സമർപ്പണവും മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടും. ജലദോഷം, പനി എന്നിവ പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വളരെ നാളായി കാണാതിരുന്ന ബന്ധുജനങ്ങളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗം കാണുന്നു. കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബാംഗങ്ങളുമായും അയൽപക്കക്കാരുമായി അനാവശ്യമായ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാഹനം ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അപകടമുണ്ടാകാൻ ഇടയുണ്ട്. സംസാരത്തിലും യാത്രയിലും ശ്രദ്ധ ആവശ്യമാണ്. മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ദമ്പതികൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. അന്യജനങ്ങളാൽ അറിയപ്പെടുന്നവരാകുക. തൊഴിൽ വിജയം, ധനലാഭം എന്നിവ ഫലത്തിൽ വരും. പ്രേമകാര്യങ്ങൾ പൂവണിയാനും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനും യോഗമുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക. ജയറാണി EV.